നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മണ്ണമ്പേട്ടയിൽ നിയന്ത്രണം വിട്ട മിനി പിക്കപ്പ് വാൻ വീട്ടുമതിലിലിടിച്ച അപകടം. ഡ്രൈവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാത്രി മണ്ണമ്പേട്ട ഷോപ്പുംപടിക്ക് സമീപത്തായിരുന്നു സംഭവം. പാൽ വിതരണത്തിനായി ആമ്പല്ലൂർ ഭാഗത്തു നിന്ന് വരന്തരപ്പിള്ളിയിലേക്ക് പോകുകയായിരുന്ന വാഹനമാണ് നിയന്ത്രണം വിട്ട് സമീപത്തെ വീട്ടുമതിലിൽ ഇടിച്ചത്. അപകടത്തിൽ വീട്ടുമതിലിന്റെ ഒരു ഭാഗം തകർന്നു. ഇവിടെ മുൻപും സമാന അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിലെ വളവിനോട് ചേർന്നുള്ള കൽവർട്ട് ചെറുതായതാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് ആരോപണം. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളെ വരവേറ്റുകൊണ്ട് മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച സ്കൂൾ വേൾഡ് കപ്പ് മത്സരം ആവേശകരമായി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രത്യേക മത്സരങ്ങൾ നടന്നു. പെൺകുട്ടികളുടെ മത്സരത്തിൽ അർജന്റീന ഫാൻസ് ടീം ഏകപക്ഷീയമായ ഒരു ഗോളിന് ബ്രസീൽ ഫാൻസ് ടീമിനെ തോൽപ്പിച്ചു. ഡിൽന ഷാജു അർജന്റീന ഫാൻസിന് വേണ്ടി ഗോൾ നേടി. തുടർന്ന് നടന്ന ആൺകുട്ടികളുടെ മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബ്രസീൽ ഫാൻസ് അർജന്റീന ഫാൻസിനെ പരാജയപ്പെടുത്തി. ബ്രസീൽ ഫാൻസിന് വേണ്ടി സഫാൻ 2 ഗോളും യദു 1 ഗോളും നേടി. വിജയികൾക്ക് പ്രധാനാധ്യാപകൻ ജെയ്മോൻ ജോസഫ് ട്രോഫികൾ സമ്മാനിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയായ പുലിമ പുതുക്കാടിന്റെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ നടന്ന ചെണ്ടുമല്ലി തൈനടീൽ ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് അംഗത്തെ ഒഴിവാക്കിയതായി പരാതി. കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ശ്രീജ പ്രതീഷിനെ അറിയിക്കാതെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചതെന്നാണ് പരാതി. ഇതുവരെയായിട്ടും ഈ സമയം വരെ ബ്ലോക്ക് പ്രതിനിധികളോ കൃഷി ഓഫീസറോ CDSO കുടുംബശ്രീ ചെയർപേഴ്സണോ ആധികാരികമായിട്ട് മെമ്പറുടെ വാർഡിൽ ഇന്ന് ചെണ്ടുമല്ലിത്തൈയുടെ വിതരണം ബ്ലോക്ക് തല ഉദ്ഘാടനം രാമചന്ദ്രൻ അവർകൾ നടത്തുന്നുണ്ടെന്നും മെമ്പർ അതിൽ പങ്കെടുക്കണമെന്നും മെമ്പറുടെ വാർഡാണ് അതിനെ തെരഞ്ഞെടുത്തതെന്നും ആധികാരികമായിട്ട് ഒരു അറിയിപ്പും എനിക്ക് ഈ സമയം വരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അവർകളെ വിളിച്ചു. അവർ പറഞ്ഞത് നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കഴിവുകേടാണ്, നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. ഇത് പഞ്ചായത്തിന്റെ പദ്ധതിയല്ല, ഇത് ബ്ലോക്കിന്റെ പദ്ധതിയാണ്. ബ്ലോക്കിന്റെ പദ്ധതിയാണെങ്കിൽ ബ്ലോക്കാണ് അറിയിക്കേണ്ടത്. ഇനി ഞാൻ കൃഷി ഓഫീസറെ വിളിച്ചു. കൃഷി ഓഫീസറായ മറ്റത്തൊരു പഞ്ചായത്തിന്റെ കൃഷി ഓഫീസർ ദിവ്യ VO അവർകളെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് അവർക്ക് സ്ഥലം മാറ്റിയതുപോലെ അവരറിയിച്ചിട്ടില്ല. ഇങ്ങനെ പരിപാടി ഉണ്ടെന്നും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും ആണ് അറിയിച്ചതും. മൂലംകൊടാണ് ആദ്യം നിശ്ചയിച്ച സ്ഥലം. ആ സ്ഥലം മാറ്റി എൻ്റെ വാർഡായ മാങ്കുച്ചിപ്പാടത്ത് ഗ്രാമമന്ദിരത്തിന്റെ പ്രദേശത്ത് നടത്താമെന്ന് നിശ്ചയിച്ചത് പോലും അവരറിയിച്ചിട്ടില്ല. അവരെ ഈ പെട്ടെന്ന് അറിയിക്കുകയാണ് ചെയ്തത്. ഇന്ന സ്ഥലത്ത് പരിപാടി ഉണ്ട്, അതിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചു. ഇതിൽ പ്രതിഷേധിച്ച മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M. കുമാർ എന്നിവർ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. ഔദ്യോഗിക പരിപാടികൾ രാഷ്ട്രീയവൽക്കരിക്കുന്ന LDF നിലപാടിൽ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. നേരത്തെ വാർഡ് 17-ലെ 9 നടന്ന കനാൽ റോഡ് ഉദ്ഘാടനത്തിൽ പഞ്ചായത്ത് അംഗത്തെയും ബ്ലോക്ക് അംഗത്തെയും ഇത്തരത്തിൽ ഒഴിവാക്കിയിരുന്നതായി യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ, മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനിമോൾ, പഞ്ചായത്ത് അംഗങ്ങളായ സിജി രാജേഷ്, സിബി പൗലോസ്, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജിനേഷ് വെട്ടിയാട്ടിൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ജിജു കീറ്റിക്കൽ, കോൺഗ്രസ് മാങ്കുറ്റിപ്പാടം വാർഡ് പ്രസിഡന്റ് മുരളീധരൻ വെട്ടിയാട്ടിൽ, എൽദോ പാലയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. അരനൂറ്റാണ്ടായി ഫോട്ടോഗ്രാഫി രംഗത്തുള്ള ഇരിങ്ങാലക്കുട സ്വദേശി AC ജയൻ പകർത്തിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി അണ്ടർ ദി പീപ്പിൾ ട്രീ എന്ന പേരിലുള്ള ഫോട്ടോ പ്രദർശനത്തിന് ചുങ്കാൽ ഫോട്ടോ മ്യൂസ് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ചിറ്റിലപ്പിള്ളി, മറ്റത്തൂർ പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷ്, ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, ഫോട്ടോ മ്യൂസ് അക്കാദമിക് ഡയറക്ടർ നന്ദകുമാർ മൂടാടി, പഞ്ചായത്ത് അംഗം KR ശശികുമാർ, സ്ഥിരസമിതി അധ്യക്ഷൻ CC ബിജു, കൃഷ്ണപ്രസാദ, ഫോട്ടോഗ്രാഫർ AC ജയൻ ഇരിങ്ങാലക്കുട എന്നിവർ പ്രസംഗിച്ചു. പ്രദർശനം ഈ മാസം 24-ന് സമാപിക്കും. ഒരു നാടിന്റെ ചരിത്രത്തെയാണ് അന്നത്തെ സമാപന രാവിലെ മുതൽ വൈകുന്നേരം വരെ
മറ്റു കാര്യങ്ങൾ ബാഗ് കൂട്ട ഇങ്ങനെയുള്ള പഠനോപകരണം കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുരിങ്ങൂർ കൊന്നൂർ സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ അശ്വിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ജൂൺ 6-ന് കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുരിങ്ങൂരിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് അശ്വിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അശ്വിൻ കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 വധശ്രമ കേസുകളിലും 2 അടിപിടി കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച 3 കേസിലും കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ച കേസിലുമടക്കം 8 കേസുകളിൽ പ്രതിയാണ്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എ ഹബീബുള്ള, SI സതീഷ്, ASI ലീന എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,645 രൂപയും പവന് 1,09,160 രൂപയും രേഖപ്പെടുത്തി. വരന്തിരിപ്പള്ളി പോലീസ് സ്റ്റേഷനു സമീപം നങ്ങേലിൽ കൃഷ്ണൻകുട്ടി നായരുടെ ഭാര്യ മഠത്തിൽ കോമളം അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. നന്ദകുമാർ, രാജി, ദീപ എന്നിവർ മക്കളും ആശ, ഗോപാലകൃഷ്ണൻ, MR രവി എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര രാപ്പാൾ നുച്ചിയിൽ സുധാകരൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് വീട്ടുവളപ്പിൽ. ലതികയാണ് ഭാര്യ. നയന, നീതു, ഗീതു, അക്ഷയ് എന്നിവർ മക്കളും. പ്രബീഷ്, രമേഷ്, ബിജു എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.